പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷമാണ് ഇന്ന് നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയാണ് സഭ പിരിഞ്ഞത്. സഭ സ്തംഭിപ്പിക്കുക എന്നതായിരുന്നു ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രതിപക്ഷം ലക്ഷ്യമിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, സെക്യൂരിറ്റി ഓഫീസർ എന്നിവരുടെ കേസ് സർക്കാർ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. വിഷയം അടുത്തു നടന്നതല്ലാത്തതിനാൽ നിയമസഭാ ചട്ടമനുസരിച്ച് അനുവദിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. സഭാ നടപടികൾ സ്പീക്കർ തുടർന്ന സാഹചര്യത്തിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. പിന്നാലെ സബ്മിഷനിൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലവർധന വിഷയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ചു. ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കാതെ സപ്ലൈകോ എന്ന സ്ഥാപനത്തെ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി ജി.ആർ. അനിൽ മറുപടി നൽകി. മാതൃകാപരമായ ഈ വിപണി ഇടപെടൽ സംവിധാനത്തിന്റെ പ്രയോജനം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നും ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ സംവിധാനം സുസ്ഥിരവും ശാശ്വതവുമായി നിലനിർത്തുന്നതിന് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ മന്ത്രിയുടെ മറുപടി തെറ്റാണ് എന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ വിഷയം ഉന്നയിച്ചപ്പോൾ സപ്ലൈകോയിലെ സാധനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട പ്രതിപക്ഷമാണ് ഇന്ന് ഇതേ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നതും ഏറെ പ്രസക്തം. സ്പീക്കറുടെ മുഖം മറച്ച് പ്ലക്കാർഡും ബാനറുകളും പ്രതിപക്ഷമുയർത്തി. സ്പീക്കർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. തുടർന്ന് സ്പീക്കർ സഭാ നടപടികൾ വേഗത്തിലാക്കി. ധനവിനിയോഗ ബില്ലും ധനവിനിയോഗ വോട്ട് ഓൺ അക്കൌണ്ടും ചർച്ച കൂടാതെ സഭ പാസാക്കി. തുടർന്ന് കേവലം 11 ദിവസം മാത്രം ചേർന്ന സഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.